പിന്നെ ഓണത്തിന് ഡ്രസ്സ് എടുക്കണ്ടേ? ഓണായില്ലേ, കുട്ടികൾക്ക് എന്തെങ്കിലും എടുക്കണ്ടേ? അത് നമുക്കേ പുറത്ത് പോകാഞ്ഞാ പോരെ, കടകളിൽ കയറാഞ്ഞാ പോരെ, നമുക്ക് ഓൺലൈനായിട്ട് എടുക്കാം. അപ്പൊ ആരും കാണൂലല്ലോ. എന്ത് ഓൺലൈൻ? ഓൺലൈൻ അത്ര ഓൺലൈൻ ഈ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായപ്പോ എവിടെ പോയി നീ ഓൺലൈൻകാരൊക്കെ? ഒറ്റ രൂപയുടെ സാധനം ഇനി ഓൺലൈനിൽ വാങ്ങണ്ട. നാട്ടുകാരറിയാണെങ്കിൽ അറിയട്ടെ, സാധനം വാങ്ങുകയാണെങ്കിൽ പാവപ്പെട്ട ആൾക്കാർക്ക് ഇത്രയും സഹായം ചെയ്ത് വ്യാപാരികളുടെ അടുത്ത് തന്നെ പോയി വാങ്ങണം. അല്ലാതെ ഓൺലൈൻകാരും ഇത്രയും ദുരിതം അനുഭവിച്ചപ്പോൾ ഒരു സഹായം ചെയ്യാൻ വന്നിട്ടില്ല. പിന്നെ എന്തിനാണ് ഇപ്പൊ നമ്മൾ അവരുടെ അടുത്ത് ഇത് പർച്ചേസ് ചെയ്യണത്? ഇല്ലെങ്കിൽ പിന്നെ ഓണം വേണ്ടെന്ന് വെക്കണം, നമ്മൾ അവരുടെ ഒപ്പം കൂടുക, അത്രേ ഉള്ളൂ. വേണ്ട വേണ്ട വേണ്ട, എടുക്കുന്നില്ല. ഇനി നമ്മൾ എന്തെടുക്കുകയാണെങ്കിലും നമ്മൾ ഇപ്രാവശ്യം എന്തായാലും എടുക്കുകയാണെങ്കിൽ നമ്മൾ ഇവിടെയുള്ള കടകളിൽ നിന്ന് തന്നെ എടുക്കുള്ളൂ. നിർത്ത്, നമുക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് എടുക്കണ്ട കേട്ടോ, നമുക്ക് കടയിൽ പോയി എടുക്കാം. അമ്മ പറഞ്ഞത് കറക്റ്റാ. ഇപ്പൊ കണ്ടില്ലേ ഈ ദുരന്തം വന്നില്ലേ നമ്മുടെ വയനാട്? ഇപ്പൊ ഈ ദുരന്തം വന്ന് ഈ ദുരന്തം മാത്രമല്ല, ഇപ്പൊ 2019 ഉണ്ടായാലും പ്രളയം ഉണ്ടായത്, എറണാകുളത്ത് ഉണ്ടായി, എല്ലാ പ്രളയം എന്തൊരു ദുരന്തം ആയിക്കോട്ടെ അവിടെ ഏറ്റവും കൂടുതൽ സഹായങ്ങൾ എത്തിക്കുന്ന ആരാ? സന്നദ്ധ സംഘടനകളും നമ്മളെ വ്യാപാരി വ്യവസായി ടീമുമാണ്. അതായത് ചെറുകിട കച്ചവടക്കാരാണ്. ചെറുകിട കച്ചവടക്കാർ എന്ന് പറയുമ്പോൾ ടെക്സ്റ്റൈൽസ്, ചെറിയ ടെക്സ്റ്റൈൽസ് കൊടുത്ത് ടെക്സ്റ്റൈൽസ്, പിന്നെ ചെറിയ കടകൾ, അങ്ങനെയുള്ള വ്യാപാര മേഖലയിലുള്ള ആൾക്കാരാണ് നമുക്ക് ഈ പറയുന്ന എല്ലായിടത്തും കൃത്യമായിട്ട് സാധനങ്ങൾ, അതായത് എന്താ വേണ്ടിച്ച അവർ എത്ര നഷ്ടം വന്നാലും സാരില്ല, അവർ അകം വഴി സഹായിക്കും. അപ്പം ഇനി മെയിൻ ഫ്ലിപ്കാർട്ട്, ആമസോൺ അതുപോലുള്ള സൈറ്റുകൾ നമ്മൾ തീർത്തും ബഹിഷ്കരിക്കണം. ഇനി നമ്മൾ ഒരിക്കലും മേടിക്കില്ല. നമ്മൾ ഇവിടെയുള്ള കടകളിൽ നിന്നാണ് ഇനി എന്ത് സാധനം മേടിക്കുള്ളൂ.